ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90-ലധികം സീറ്റുകളിൽ മുന്നേറ്റവുമായി UDF. 40 LDFിനും നേമത്ത് NDAയ്ക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി LDF. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4ാം ഊഴം എന്ന പ്രതീക്ഷയ്ക്കെടുത്തി BJPയ്ക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ TVK മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ച ഉറപ്പാക്കി NDA. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ വ്യക്തമായ മുന്നേറ്റവുമായി UDF. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 4 മണിക്കൂർ പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ UDF 90-ലധികം സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി 2ാം തവണയും അധികാരത്തിലെത്തിയ LDF നിലവിൽ 40 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ NDA നേമം, പാലക്കാട് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFിൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. കണ്ണൂർ ജില്ലയിൽ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരുന്നുവെങ്കിലും ഇപ്പോൾ 1500ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജേഷും പത്തനാപുരത്ത് ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ P രാജീവും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് V ശിവൻകുട്ടിയും മാനന്തവാടിയിൽ OR കേളുവും ഏലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. എറണാകുളം പറവൂരിൽ പ്രതിപക്ഷ നേതാവും UDF സ്ഥാനാർത്ഥിയുമായ VD സതീശനും ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയും ലീഡ് ചെയ്യുകയാണ്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്തും പാലക്കാട് ശോഭ സുരേന്ദ്രനും മുന്നിലാണ്. പേരാവൂരിൽ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയും KPCC പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. BJPയുടെ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി J ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ മുന്നിൽ. UDFന്റെ P ഐഷ പോറ്റിയേക്കാൾ 89ഓളം വോട്ടുകൾക്കാണ് KN ബാലഗോപാൽ ലീഡ് ചെയ്യുന്നത്. ചവറയിൽ UDFന്റെ ഷിബു ബേബി ജോൺ മുന്നിൽ. കൊല്ലത്ത് UDFന്റെ ബിന്ദു കൃഷ്ണ മുന്നിൽ. കുണ്ടറയിൽ UDFന്റെ PC വിഷ്ണുനാഥ് മുന്നിൽ. ചടയമംഗലം, കരുനാഗപ്പള്ളി, കൊല്ലം എന്നിവിടങ്ങളിൽ UDFും ഇരവിപുരത്ത് RSPയുമാണ് മുന്നേറുന്നത്. കണ്ണൂർ ജില്ലയിൽ UDF 5 സീറ്റിലും LDF 6 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, ധർമ്മടം, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴീക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു. തിരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. എന്താണ് കണ്ണൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ? ലക്ഷ്മി, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ കണ്ണൂർ, പേരാവൂർ, ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നീ 5 മണ്ഡലങ്ങളിലാണ് UDF മുന്നേറുന്നത്. കല്ലാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ 3600-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പേരാവൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ സണ്ണി ജോസഫ് 5358-ലേറെ വോട്ടിന് തൊട്ടടുത്ത സ്ഥാനാർത്ഥി LDFിലെ KK ശൈലജയേക്കാൾ മുന്നിലാണ്. പയ്യന്നൂരിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ V കുഞ്ഞികൃഷ്ണൻ 3800-ലേറെ വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. തളിപ്പറമ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ 7200-ലേറെ വോട്ടിന് മുന്നിലാണ്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ TO മോഹനൻ UDF സ്ഥാനാർത്ഥി 9800-ലേറെ വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണ്. നന്ദി KO ശശിധരൻ.
അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അരൂരിൽ യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ എൽഡിഎഫിന്റെ MS അരുൺകുമാർ മുന്നിലാണ്. ചേർത്തലയിൽ പി പ്രസാദ് മുന്നേറുകയാണ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 യുഡിഎഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. കോന്നി മണ്ഡലത്തിൽ KU ജനീഷ് കുമാർ മാത്രമാണ് എൽഡിഎഫിന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. മുൻ മന്ത്രിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ യുഡിഎഫിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ യുഡിഎഫിന്റെ മോൻസ് ജോസഫും വൈക്കം മണ്ഡലത്തിൽ എൽഡിഎഫിന്റെ പി പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ എൽഡിഎഫിന്റെ ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ യുഡിഎഫിന്റെ റോണി കെ ബേബി മുന്നിലാണ്. പൂഞ്ഞാറിൽ എൽഡിഎഫ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. എറണാകുളത്ത് യുഡിഎഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് എൽഡിഎഫ് ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. തിരുവനന്തപുരം ജില്ലയിൽ യുഡിഎഫ് 4 സീറ്റിലും എൽഡിഎഫ് 5 സീറ്റിലും NDA 2 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. വാമനാപുരം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, കോവളം മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. വർക്കല, കഴക്കൂട്ടം, അരുവിക്കര, പാറശാല, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. നേമത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജിയു കോലിയക്കോട് ചേരുന്നു. തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എന്തെല്ലാമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പുതിയൊരു വിവരം എന്ന് പറയുന്നത് NDAയുടെ ഒരു സീറ്റ് ലീഡിംഗ് രണ്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേമത്തെ കൂടാതെ തന്നെ തിരുവനന്തപുരത്ത് ഒരു നേരിയ ലീഡ് NDAക്ക് വന്നിട്ടുണ്ട്. 55 വോട്ടുകൾക്കാണ് NDAയുടെ ലീഡ് തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ നേമത്തും ലീഡ് തുടരുകയാണ്. ഇപ്പോൾ 8 LDFും 4 UDFും 2 NDA എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്ത്. എന്തായാലും അതിശക്തമായ പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. നന്ദി റെജു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 LDFും 4 UDFും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി R ബിന്ദുവിനെ പിന്നിലാക്കി യുഡിഎഫിന്റെ തോമസ് ഉണ്ണിയാടൻ മുന്നേറുകയാണ്. മണലൂരിൽ മുൻ മന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ C രവീന്ദ്രനാഥ് മുന്നിലാണ്. ഒല്ലൂരിൽ മന്ത്രി K രാജൻ ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ UDF തരംഗം. 5ൽ 4 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് LDFിന്റെ A രാജ മുന്നിലാണ്. കഴിഞ്ഞ തവണ MM മണിയുടെ ഒരു സീറ്റ് LDF നേടിയിരുന്നു. തൊടുപുഴയിൽ മുൻ മന്ത്രി PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ UDF 2 സീറ്റിലും LDF 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളിൽ യഥാക്രമം UDFിന്റെ IC ബാലകൃഷ്ണനും T സിദ്ദിഖും ലീഡ് ചെയ്യുമ്പോൾ മാനന്തവാടിയിൽ LDFിന്റെ OR കേളുവാണ് മുന്നിൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നത്. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് KM അഭിജിത്ത്, എലത്തൂരിൽ UDFിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്നമംഗലത്ത് MA റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ CK കാസിം, വടകരയിൽ KK രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ജില്ലയിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. 2021 പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിലൊഴികെ 10 LDF ആണല്ലോ വിജയിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? സൂചിപ്പിച്ചതുപോലെ 2 വിജയിച്ചിടത്ത് ഇപ്പോൾ 5ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ UDF വ്യക്തമായ ലീഡ് നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് LDFിന്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് ജില്ലയിൽ UDFിന്റെ മുന്നേറ്റം വ്യക്തമാക്കുന്ന ലീഡ് തന്നെയാണത്. ചിറ്റൂർ, കോങ്ങാട്, പാലക്കാട്, തൃത്താല, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ്.
അതേസമയം തൃത്താല മണ്ഡലത്തിൽ ശ്രദ്ധേയമായത് മന്ത്രി എം പി രാജേഷ് ഇവിടെ തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്നു എന്നതാണ്. വി ടി ബൽറാം ഇവിടെ എല്ലാ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും വി ടി ബൽറാം വ്യക്തമായ ലീഡ് നേടുന്ന ഒരു ട്രെൻഡ് തന്നെ ആയിരുന്നു തുടക്കം മുതൽ ഉണ്ടായി. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ NDA പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. തുടക്കത്തിൽ 3 റൗണ്ടുകളിൽ NDA സ്ഥാനാർത്ഥി മുന്നിട്ട് വന്നെങ്കിൽ പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണ റൗണ്ടുകൾ പൂർത്തിയായതോടുകൂടി UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ NDA പ്രതീക്ഷ വെച്ച് വെച്ചിരുന്ന മലമ്പുഴ മണ്ഡലത്തിലും തുടക്കം മുതൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. നന്ദി ഫൈസൽ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരവും നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തും വേങ്ങരയിൽ KM ഷാജിയും വണ്ടൂരിൽ AP അനിൽകുമാറും മുന്നിലാണ്. തവനൂരിൽ LDFന്റെ KT ജലീൽ പിന്നിലാണ്. കാസർഗോഡ് 5 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ 15,000-ഓളം വോട്ടുകൾക്ക് പിന്നിലാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി AKM അഷ്റഫാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയാണ് മുന്നിൽ. UDFന്റെ സന്ദീപ് വാര്യർ രണ്ടാമത്. കാഞ്ഞങ്ങാട് 14,000-ലധികം വോട്ടുകൾക്ക് LDF മുന്നിലാണ്. കേരള രാഷ്ട്രീയത്തിൽ 1977 ശേഷം ഭരണ തുടർച്ചയുണ്ടായ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു 2021 പാർട്ടിയുടെ തുടർച്ചയ്ക്കൊപ്പം ഭരണ നേതൃത്വത്തിന്റെ തുടർച്ചയ്ക്കും 2021 തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. വിശദാംശങ്ങളിലേക്ക്. 2021 LDF 99 സീറ്റുകളും UDF 41 സീറ്റുകളുമാണ് നേടിയത്. LDF 45.43-ഉം UDF 39.47-ഉം NDA 12.41 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് ശതമാനം. മട്ടന്നൂരിൽ KK ശൈലജ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം നേടുകയായിരുന്നു. 2016 BJP നേടിയ നേമത്തെ സീറ്റ് 2021 V ശിവൻകുട്ടി വീണ്ടെടുത്തു. 2016 തെരഞ്ഞെടുപ്പിനു ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗവും MP വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ വിഭാഗവും UDF വിട്ട് LDFൽ ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിന് പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പശ്ചിമബംഗാളിൽ 294 മണ്ഡലങ്ങളിൽ 293 ഇടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം BJP 134 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 72 സീറ്റിലും CPIM, AGUP, BGPM എന്നീ പാർട്ടികൾ ഓരോ ഇടത്ത് വീതവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട്ടിൽ 234 സീറ്റുകളിൽ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഭരണകക്ഷിയായ DMK 41 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 108 സീറ്റുകളിലാണ് മുന്നേറുന്നത്. ADMK 63 സീറ്റുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 സീറ്റുകളിലും BJP 3, CPI 2 മുന്നിട്ട് നിൽക്കുന്നു. അസമിൽ 126 മണ്ഡലങ്ങളുള്ളതിൽ 78 ഭരണകക്ഷിയായ BJPയും 24 കോൺഗ്രസും 10 BUPFും 10 AGPയും 2 AIUDFും ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 AINRCയും 2 BJPയും കോൺഗ്രസ്, ADMK, DMK എന്നിവർ ഓരോ സീറ്റുകളിൽ വീതവും ലീഡ് ചെയ്യുന്നു. തട്ടൻചാവടി സീറ്റിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് സ്ഥാനാർത്ഥി N രംഗസ്വാമി വിജയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരളത്തിൽ വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 793 പോയിന്റ് നേട്ടത്തിൽ 77,705-ലും നിഫ്റ്റി 239 പോയിന്റ് ഉയർന്ന് 24,225-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,835 രൂപയും പവന് 1,10,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90-ലധികം സീറ്റുകളിൽ മുന്നേറ്റവുമായി UDF. 39 ഇടങ്ങളിൽ LDFനും നേമത്ത് NDAയ്ക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി LDF. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4ാം ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി BJPക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ TVK മുന്നിൽ.
അസമിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ച ഉറപ്പാക്കി എൻഡിഎ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.